സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവം നമുക്ക് അനുകൂലമാകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമാകാൻ നാം എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ള ചില വാർത്തകളുണ്ട്, സംഭാഷണങ്ങളുണ്ട്. കോടതി വിധി ഞങ്ങൾക്ക് അനുകൂലമായി. ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ ആ ഓഫീസർ എന്നൊക്കെ അനുകൂലമായി പ്രവർത്തിച്ചു. അവരുടെ നിലപാട് നമുക്ക് അനുകൂലമാണ്. അവരൊക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മനുഷ്യരെ കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഒരു സെന്റൻസ് ആണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ദൈവവും നമുക്ക് അനുകൂലമാകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം അനുകൂലമാകണം. ഞാനൊരു എംബസിയില് പോണ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു വിസയുടെ കാര്യങ്ങൾ ശരിപ്പെടണമെങ്കിൽ ദൈവം എനിക്ക് അനുകൂലമാകണം. ചിലരെങ്കിലും പറയാറുണ്ട്, ദൈവം ചില സമയത്ത് എനിക്ക് പ്രതികൂലമായി. ദൈവം എനിക്ക് അനുകൂലം അല്ലെന്നാണ് തോന്നണത്. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് പലരും പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഞാൻ വല്ല അനുകൂലമായ കാര്യങ്ങൾ പോയിട്ടും സംഗതിയല്ല ഒരു പ്രതികൂലമായി. കാലാവസ്ഥ വളരെ പ്രതികൂലമാണെന്ന് പറയുന്നത് പോലെ ദൈവം ഒരു പ്രതികൂലമായി മാറുകയല്ല, ദൈവം നമുക്ക് എപ്പോഴും അനുകൂലമായി നിൽക്കണം. ജെറമിയ പ്രവാചകന് തൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് ജെറമിയ പ്രവചനത്തിൽ 14-ാമത്തെ അധ്യായത്തിന്റെ 8-ാം തിരുലിഖിതത്തിലാണ്. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഇസ്രായേലിലെ പ്രദേശയും ദുരിതത്തിൽ അവളുടെ രക്ഷകനുമായ അവിടുന്ന് എന്തുകൊണ്ടാണ് ദേശത്ത് ഒരു അപരിചിതനെ പോലെയും രാത്രിയിൽ സങ്കേതം അന്വേഷിക്കുന്ന വഴി യാത്രക്കാരനെ പോലെയും പെരുമാറുന്നത്? അങ്ങ് സംശയഗ്രസ്തനെ പോലെയും സഹായിക്കാൻ ശക്തിയില്ലാത്തത് യോദ്ധാവിനെ പോലെയും ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയായുടെ ഹൃദയത്തിൽ നിന്ന് ജെറമിയായ്ക്ക് ഒരു വേദന ഉയരുകയാണ്. ജെറമിയായുടെ വേദന എങ്ങനെയാണ്? അങ്ങയ്ക്ക് രക്ഷിക്കാൻ കഴിവുണ്ട്, ദുരിതത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുന്ന അവിടുന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്നാൽ ഞങ്ങൾ ഈ ദുരിതത്തിലും കഷ്ടപ്പാടിലും ഞെരുക്കത്തിലും തകർച്ചയിലും കിടക്കുന്ന ഈ സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങൊരു അപരിചിതനെ പോലെ പെരുമാറുന്നത്, ഒരു പരിചയമില്ലാത്ത വ്യക്തിയെ പോലെ പെരുമാറുന്നത്? ഇപ്പൊ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് വഴി തെറ്റി ഒരു ടൗണിൽ ചെന്ന് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന് പൈസ നഷ്ടപ്പെട്ടു, എന്തെങ്കിലും സാഹചര്യങ്ങൾ ആരും സഹായിക്കാനില്ലാതെ ഒരു അപരിചിതമായ സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പൊ ഇതാ നമുക്ക് വളരെ അടുപ്പമുള്ള പരിചയമുള്ള ഒരാളെ കണ്ട നമുക്ക് ഭയങ്കര സന്തോഷമായി. ചേട്ടാ ചേച്ചി എന്ന് വിളിച്ചിട്ട് ഓടി അങ്ങോട്ട് ചെല്ലുമ്പോ, കാരണം ഒരു കച്ചിത്തരം പോലെ ഒരു വെളിച്ചം കിട്ടിരിക്കുകയാണ്. ചെല്ലുമ്പോ ആ വ്യക്തി ഒന്നും അറിയാത്ത പോലെ നമ്മളെ നോക്കുകയും ഒന്നും മൈൻഡ് ചെയ്യാതെ കടന്നു പോവുകയും ചെയ്താൽ നമ്മുടെ അവസ്ഥ എന്താണ് സഹോദരങ്ങളെ? ജെറമിയ പറയാ, അങ്ങ് എന്താണ് എന്നോട് അപരിചിതനെ പോലെ പെരുമാറുന്നത്? വീണ്ടും ജെറമിയ പറയുന്നത് എങ്ങനെയാണ്? രാത്രിയിൽ സങ്കേതം അന്വേഷിക്കുന്ന വഴി യാത്രക്കാരനെ പോലെ അങ്ങ് എന്താണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞാൽ, രാത്രി വൈകി കിടക്കാനൊരു സ്ഥലം കിട്ടിയിട്ടില്ല, ലോഡ്ജുകളെല്ലാം വില്ലാണ്, ആ ടൗണിൽ അങ്ങനെ നിൽക്കുന്ന അപകടകരമായ ഒരു സംഗതിയാണ്. അങ്ങനെ വഴിയാത്രക്കാരൻ വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതേ ഒരു അവസ്ഥ നിൽക്കാൻ വിചാരിക്കാം. അപ്പൊ ആ വഴിയാത്രക്കാരൻ നമ്മളെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാതെ പോവാണ്. കാരണം അവന് എവിടെയെങ്കിലും സങ്കേതം കിട്ടണം, അവനോ സങ്കേതം കിട്ടിയിട്ടില്ല, പിന്നെ നമുക്കും കൂടെ കാര്യം നോക്കിയാൽ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണത്. അതുകൊണ്ട് രാത്രിയിൽ സങ്കേതം അന്വേഷിക്കുന്ന വഴിയാത്രക്കാരനെ പോലെ ഒരു മൈൻഡ് ചെയ്യാതെ അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ മുട്ടിപ്പാട്ട് അങ്ങനെ യാചിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് അങ്ങ് അപരിചിതനെ പോലെ പെരുമാറുന്നത്? പ്രവാചകൻ മറ്റൊരു സ്ഥലത്ത് വെളിപ്പെടുന്നത് എങ്ങനെയാണ്? ഇടയ്ക്കിടയ്ക്ക് വെള്ളം വറ്റി പോകുന്ന അരുവി പോലെ അങ്ങായി തീരുന്ന എന്താണ്? ചില സമയത്ത് പുഴയിൽ ധാരാളം വെള്ളം, അപ്പൊ കുളിക്കാൻ ഉപയോഗിക്കാം, കുടിക്കാൻ ഉപയോഗിക്കാം, ഡ്രസ്സ് കഴുകാൻ ഉപയോഗിക്കാം, തോട്ടം നനയ്ക്കാൻ ഉപയോഗിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. എന്നാ ഇന്നലെ അങ്ങനെയായിരുന്നു. ഇന്ന് നോക്കുമ്പോ ഒട്ടും വെള്ളമില്ല, ഇടയ്ക്കിടയ്ക്ക് വെള്ളം വറ്റി പോകുന്ന ഒരു അരുവിയെ പോലെ. അങ്ങ് അങ്ങനെ അല്ലല്ലോ.
പിന്നെ എന്തുകൊണ്ടാണ് എന്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് സുപരിചിതനെ പോലെ, വട്ടാലത്തിനൊക്കെ ഇടയ്ക്ക് പറയാറുള്ളത് പോലെ, ഒരു സന്തത സഹചാരിയായി ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമാണ്. മനുഷ്യന്റെ കൂടാരം വരയ്ക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവരൊക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്നെ മൈൻഡ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നണത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ, ഒരു അപരിചിതനെ പോലെ ആകാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ വരുന്നത്. നമുക്കെതിരെ ഒരു തെറ്റായ കേസ് കോടതിയിലുണ്ടെങ്കിൽ അതിനുള്ള സാക്ഷികളും കാര്യങ്ങളും വെളിപ്പെടുത്തിയത് ശരിയാണെന്ന് തെളിയിക്കുമ്പോഴാണ് കോടതി വിധി അനുകൂലമായിട്ട് വരണത്. ഒരു തെറ്റിദ്ധാരണ മാറണമെന്നുണ്ടെങ്കിൽ അതിന് ശരിയായ കാര്യങ്ങളൊക്കെ തെളിയിക്കണം. എന്ന് പറയുന്നത് പോലെ ദൈവം നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ തെളിയിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു അനുഭവ സാക്ഷ്യം പറയാൻ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തി അനുഭവ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം അതിന്റെ കാരണമായിരിക്കുന്ന വചനം എന്താണെന്ന് ഇപ്പോൾ അത് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിന് മറുപടി ആയിട്ട് ഒരു കുടുംബത്തിന്റെ സാക്ഷ്യം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. എൻ്റെ പേര് കെവിൻ ജോസഫ്. ഞാൻ കോട്ടയത്ത് വെല്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2 വർഷമായി തമിഴ്നാട്ടിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് കഴിഞ്ഞ ജനുവരി മാസം എനിക്ക് പനിയുണ്ടായി. മരുന്ന് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞ് ജനുവരി 13 വീട്ടിലെത്തി. ഞാൻ അബോധാവസ്ഥയിലായി. ഉടൻ തന്നെ എന്നെ കാഴ്ത്താസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക പരിശോധനയിൽ യാതൊരു കുഴപ്പവും കണ്ടില്ല. എങ്കിലും അബോധാവസ്ഥയിലായിരുന്നുകൊണ്ടും ഓക്സിജൻ്റെ അളവ് കുറവായിരുന്നുകൊണ്ടും എന്നെ ICU പ്രവേശിപ്പിച്ചു. ICU പ്രവേശിച്ചപ്പോൾ എൻ്റെ ആൻറ്റി സെഹ്യോനിലേക്ക് വിളിച്ച് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടപ്പോൾ 86 സംഖ്യയിൽ തുടരെ വായിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സുഖമാകുമെന്ന് പറഞ്ഞു. 3 ദിവസം ഞാൻ അബോധാവസ്ഥയിൽ തുടർന്നു. 4-ാം ദിവസം എന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ വേണ്ടി ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു EEG നോക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. EEG നോക്കിയപ്പോൾ ബ്രെയിനിൻ്റെ പ്രവർത്തനം നിലച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ കൊണ്ടുപോയാൽ അവിടെ എത്തില്ല, അതിന് മരണം സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ നേർന്നു അതിരമ്പുഴപ്പള്ളിയിൽ അഭിഷേകാഗ്നിയിൽ സാക്ഷ്യം പറയാമെന്ന് നേർന്നു. അടുത്ത ദിവസം തന്നെ എൻ്റെ ശക്തമായ വേദനയോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർ അറിയിച്ചു. 14 ദിവസമായിട്ടും എൻ്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. അതിശക്തമായ പ്രാർത്ഥന ഫലമായി 15-ാം ദിവസം എൻ്റെ രോഗം അതിമാരകമായ മെനഞ്ചോ എൻസെഫലൈറ്റിസ് ആണെന്ന് മനസ്സിലായി. ഈ രോഗം ബാധിച്ചാൽ തലച്ചോറ് വൈറസാണ്, F-18 പറഞ്ഞൊരു വൈറസാണിത്. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ മെമ്മറി ലോസ്, തളർച്ച, സംസാരശേഷി നഷ്ടപ്പെടും, പാർക്കിൻസോൺസ് എന്നിങ്ങനെ നിരവധി ഇതൊക്കെ ഉണ്ടാകാറും. എൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ശരീരം തളർന്നു. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് വയറ് തുളച്ച് ആമായസിലേക്ക് ട്യൂബ് ഇട്ടുകൊണ്ടായിരുന്നു. അതിരമ്പഴപ്പള്ളിയിൽ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ ചെയ്യാൻ വരുന്ന ഫാദർ സന്തോഷ് അച്ഛൻ അവിടെ വന്നപ്പോൾ എൻ്റെ ആൻറ്റി അച്ഛനെ കണ്ടു പ്രാർത്ഥനാ സഹായം തരികപ്പോൾ അച്ഛൻ പറഞ്ഞു മാതാപിതാക്കളോട് ജപമാല ചൊല്ലി 33 വിശ്വാസ പ്രമാണവും 33 എത്രയും നീളം മാതാവൻ ചൊല്ലി പ്രാർത്ഥിക്കാൻ. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ICUവിൽ ഒരു മാറ്റം സംഭവിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ ശുശ്രൂഷ കഴിഞ്ഞ് എന്നെ കാണാൻ വരുമ്പോഴത്തേക്കും എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയിരുന്നു. അച്ഛൻ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു ഇവൻ 2 മാസമാകുമ്പോൾ എഴുന്നേറ്റ് നടക്കും, അനേകർക്ക് ജീവസാക്ഷ്യമായി തീരുമെന്ന് പറഞ്ഞു. കൂടാതെ യോഹന്നാന്റെ സുവിശേഷം വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു. സുവിശേഷം വായിച്ച് കേൾക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അനക്കാൻ വയ്യാത്ത ഇടതുകാലം കൊണ്ട് ഞാൻ ഫിസിയോതെറാപ്പി എന്ന് ഉപയോഗിക്കുന്ന പന്ത് വലിച്ചെറിഞ്ഞു. ആ ഹോസ്പിറ്റലിൽ എത്തി 49-ാം ദിവസം ഞാൻ ഡിസ്ചാർജായി. വീട്ടിലെത്തിയ ശേഷം കറക്റ്റ് 2 മാസമായപ്പോൾ ഞാൻ മെല്ലെ നടന്നു തുടങ്ങി. എന്നെ വീട്ടിലെത്തിയ ഉടനെ ഭക്ഷണം കഴിക്കാൻ മെല്ലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. സംസാരശേഷിയും ക്ലിയറായി. ഇത് എന്നെ 2ാം ജന്മം നൽകി എന്നെ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. തുടർന്ന് ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ അവര് ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. സാക്ഷി എഴുതിയ പേപ്പറിൽ കൂടെ സർട്ടിഫിക്കറ്റ് ഇവിടെ വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഡോക്ടേഴ്സ് ഈ രോഗത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞിരിക്കുകയാണ്. ബട്ട് ടു ഓൾ അവർ സർപ്രൈസ് മിസ്റ്റർ കെവിൻ ഷോഡ് ഡ്രമാറ്റിക് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെഡിക്കൽ സയൻസ് ടു എക്സ്പ്ലെയിൻ മെഡിക്കൽ സയൻസ് വിച്ച് ഈസ് ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ ഇൻ മെഡിക്കൽ സയൻസ്. മെഡിക്കൽ സയൻസിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വിധം ഒരു മിറാക്കിൾ ആണ്, ഒരു മിറാക്കുലസ് ഹീലിംഗ് ആണ് നടന്നിരിക്കുന്നത്. അവിടുത്തെ ഡോക്ടേഴ്സ് എഴുതിയ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്.
ഉറക്കെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുമിച്ച് പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചോദിക്കുക സഹോദരങ്ങളെ, തമിഴ്നാട്ടിലെ ചെറുപ്പക്കാരൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ 2 വർഷമായിട്ട് ഒരു കുഴപ്പം ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു പനി വന്ന് അബോധാവസ്ഥയിലായി. അവിടുന്ന് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന കാര്യം പറഞ്ഞാൽ പോകുന്ന വഴിക്ക് മരിച്ചു പോകാനാണ് സാധ്യത എന്ന് പറഞ്ഞു. കാരണം തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ നിരച്ചിരിക്കുകയാണ്, കൈകാലുകൾ ചലിക്കുന്നില്ല, ഭക്ഷണം വേറെ തുളച്ച് അങ്ങനെ ഫുഡ് കൊടുത്തിരിക്കുന്ന അവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ സമയത്ത് ആന്റി അട്ടപ്പാടിലേക്ക് വിളിച്ചപ്പോ 86 സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവര് രോഗികളുടെ നാഥൻ പുസ്തകം എന്ന് പറഞ്ഞ എന്താ? രോഗികളുടെ നാഥൻ പുസ്തകം അല്ലേ? രോഗികളുടെ നാഥൻ എന്ന് പറയുന്ന പുസ്തകം അതിലെ പ്രാർത്ഥന ചൊല്ലണം. അത് വട്ടാച്ചൻ ആദ്യം എഴുതിയ പുസ്തകമാണത്. രോഗികൾക്ക് ആവർത്തിച്ച് പ്രാർത്ഥിച്ചാണ് സൗഖ്യം നൽകുന്ന പുസ്തകം. ഈ പുസ്തകത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലാൻ പറഞ്ഞു. ഇതൊരു അത്ഭുതകരമായ ശക്തി നൽകുന്ന ഒരു പ്രാർത്ഥന ഇതിലുള്ളത്. പിന്നെ അവ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിച്ച് എന്നിട്ട് അതിനുമ്പോൾ കൺവെൻഷൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ്. പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിരമ്പുഴ കൺവെൻഷനിൽ എല്ലാ ആദ്യ വെള്ളിയാഴ്ച അതിരമ്പള്ളി പള്ളിയിൽ സെയ്യോൻ എന്ന് നേരിട്ട് വന്നൊരു കൺവെൻഷൻ നടന്നുണ്ട്. ആ കൺവെൻഷൻ നേരത്തെ സന്തോഷച്ചൻ ആന്റി എന്ന് കണ്ടാൽ പറഞ്ഞു, ഇന്ന പ്രാർത്ഥന ചൊല്ലിക്കോളാൻ പറഞ്ഞു. എന്ത് പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം മകന്റെ അടുത്തിരുന്ന് വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞ്. അങ്ങനെ എന്നിട്ട് ഇന്ന് ശുശ്രൂഷ ഒരു അത്ഭുതം അവിടെ സംഭവിക്കും എന്ന് പറഞ്ഞ്. അന്ന് സഹോദരങ്ങൾ ICUകളിൽ ഇപ്പുറത്തേക്ക് മാറ്റി ബോധം തെളിഞ്ഞ്. എന്നിട്ടോ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് പിന്നെ 33 എന്തൊരു പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞു. വിശ്വാസ പ്രമാണം 33 എത്രയും നിലം അതാ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് ഇവരങ്ങോട്ട് അനുസരിച്ച് സഹോദരങ്ങളെ. എന്നിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ വെച്ചത് ബോളൊക്കെ വലിച്ചെന്ന് ചാടി എഴുന്നേറ്റ് എന്റെ പ്രിയപ്പെട്ട ഒരു അത്ഭുത 2ാം ജന്മം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പറഞ്ഞു ഹല്ലേലൂയ. കൈകൾ ഉയർത്തിയടിച്ച് പാട്ട് പാടി ആരാധിക്കട്ടെ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ, ഭക്തനായവൻ, സങ്കേതമായവൻ, ഘോരവൈരിൻ കയ്യിൽ വിടുവിച്ചവൻ, ശക്തനായവൻ, സങ്കേതമായവൻ, ഘോരവൈരിൻ കയ്യിൽ വിടുവിച്ചവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ, നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ദൈവം ഇവരുടെ ജീവിതത്തിൽ വെള്ളം പറ്റി പോകുന്ന അരുവിയായിരുന്നില്ല. ദൈവം ഇവരുടെ ജീവിതത്തിൽ മൈൻഡ് ചെയ്യാത്ത വഴിയാത്തക്കാരനായിരുന്നില്ല. ദൈവം ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സന്തത സഹചാരിയായിട്ട് ദൈവം ഇവരുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെട്ടു. എന്തുകൊണ്ടാണ് നിങ്ങൾ രൂപാന്തരപ്പെടാൻ കാരണം? അത് ആ സാക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് സുവ്യക്തമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇനി ആ സാക്ഷ്യത്തിൽ കേട്ട കാര്യങ്ങൾ എഴുതപ്പെട്ട വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. അത് നമ്മൾ വായിക്കുന്നത് 1 സാമുവേൽ 12, 14, 15 തിരുവചനങ്ങൾ. അവിടെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുകയും സേവിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും കൽപ്പനകൾ ധിക്കരിക്കാതിരിക്കുകയും നിങ്ങളും നിങ്ങളെ ഭരിക്കുന്ന രാജാവും ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായിരിക്കും. നിങ്ങൾ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതിരിക്കുകയും അവിടുത്തെ കൽപ്പനകൾ നിരസിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങൾക്കും നിങ്ങളുടെ രാജാവിനും എതിരായിരിക്കും. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവം ആർക്കും എതിരാകുന്നില്ല. ദൈവം എല്ലാവർക്കും സമീപസ്ഥനാണ്. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നത്, നമ്മൾ വിളിക്കുമ്പോഴേയും ദൈവം ഇത്രയും സമീപത്തുള്ള അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? യേശുവേ എന്ന് വിളിക്കുമ്പോ യേശു അടുത്തേക്ക് വരികയാണ്. യേശുവെന്ന് വിളിക്കുമ്പോ വിളിച്ച തീരുമ്പോ ഉത്തരം കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവം ഉത്തരം തരണമെങ്കിൽ, ദൈവം അനുകൂലമാണെങ്കിൽ, ദൈവം നിനക്ക് സമീപസ്ഥമാണെങ്കിൽ എന്ത് ചെയ്യണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. അതിന് ഇവിടെ ഒരു 4 കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ 1, നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കണം. 2, അവിടുത്തെ സ്വരം ശ്രവിക്കണം. 3, അവിടുത്തെ കൽപ്പനകൾ ധിക്കരിക്കരുത്, അതായത് അനുസരിക്കണം. 4, കർത്താവിനെ അനുഗമിക്കണം. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ശുഭമായിരിക്കുമെന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്.
ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിനെ ബഹുമാനിക്കണം സഹോദരങ്ങളെ. ഈ കുടുംബത്തിന്റെ പ്രത്യേകത എന്താ? അവര് ദൈവഭക്തിയുള്ള ഒരു കുടുംബമായിരുന്നു, കർത്താവിനെ ബഹുമാനിക്കുന്ന കുടുംബമായിരുന്നു, ഞായറാഴ്ച ആചരണമുള്ള കുടുംബമായിരുന്നു, കുടുംബ പ്രാർത്ഥനയുള്ള കുടുംബമായിരുന്നു. അവര് കർത്താവിനെ നിരന്തരം ബഹുമാനിച്ചുകൊണ്ടിരുന്ന കുടുംബമാണ്. അതുകൊണ്ട് മക്കൾക്ക് നമ്മളോട് ബഹുമാനം ഉണ്ടോ ഇല്ലെന്ന് അറിയുന്നത് എങ്ങനെയാ? അവരെ പെരുമാറ്റുന്നതാണ് മനസ്സിലാകേണ്ടത്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പെരുമാറ്റം അറിയാം ബഹുമാനമുണ്ടോ ബഹുമാനം ഇല്ലയോ എന്ന്. അതുകൊണ്ട് നിനക്ക് കർത്താവിനോട് ബഹുമാനം ഉണ്ടോ എന്ന് അറിയുന്നത് നീ കർത്താവിനോട് പെരുമാറുന്ന രീതി അനുസരിച്ചാണ്. തട്ടുമൊട്ട് കുടുംബ പ്രാർത്ഥന നടത്തുന്ന ആളാണെങ്കിൽ നീ കർത്താവിനെ ബഹുമാനിക്കുന്ന ആളല്ല. നീ വചനം വായിക്കാത്ത ആളാണെങ്കിൽ നീ കർത്താവിനെ ബഹുമാനിക്കുന്ന ആളല്ല. നീ ഒറ്റയ്ക്ക് 1 മണിക്കൂർ പ്രാർത്ഥിക്കാത്ത വ്യക്തിയാണെങ്കിൽ നീ കർത്താവിനെ ബഹുമാനിക്കുന്ന ആളല്ല. ഈ കുടുംബം കർത്താവിനെ ബഹുമാനിക്കുന്ന കുടുംബമായിരുന്നു. അതുകൊണ്ട് പ്രതിസന്ധി ഉണ്ടായപ്പോഴും അവർ ബഹുമാനത്തോടെ കർത്താവിന്റെ ആലയത്തിലേക്ക്, കർത്താവിന്റെ വചനത്തിലേക്ക്, കർത്താവിന്റെ കാര്യങ്ങളിലേക്കാണ് വന്നത്. വചനം പഠിപ്പിക്കുക, നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കണം. എന്നിട്ട് പറയാണ് അവിടുത്തെ സ്വരം ശ്രവിക്കണം. അവരെന്താ ചെയ്തത്? പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞപ്പോ ഒപ്പം തന്നെ അവർ ചെയ്ത കാര്യം ദൈവത്തിന് സ്വരം ശ്രമിക്കാൻ വേണ്ടി, അവര് ദൈവത്തിന് സ്വരം ശ്രമിക്കാൻ വേണ്ടി വന്ന് അവര് ഫോൺ വിളിച്ചു കാര്യങ്ങൾ ഷെയർ ചെയ്തു. അതിനുവേണ്ടി കൺവെൻഷൻ നടക്കുന്നു. അവിടെ പോയി ഈ കൺവെൻഷന് പോകുമ്പോഴും ഈ ശുശ്രൂഷ സമയം ദൈവത്തിന്റെ സ്വരവും ദൈവത്തിന്റെ വചനമാണ് ശ്രമിക്കേണ്ടത്. എന്നിട്ട് അവര് സ്വരം ശ്രമിച്ചു. അപ്പൊ കർത്താവിന്റെ പ്രവാചകന്മാര്, കർത്താവിന്റെ ദാസന്മാര് വെളിപ്പെടുത്തി ചില കാര്യങ്ങൾ പറഞ്ഞു. അത് അവരങ്ങോട്ട് ശ്രമിച്ചു, സ്വീകരിച്ചു. നിന്റെ ഇടവകളെ വികാരിയച്ചൻ ഞായറാഴ്ച കുർബാന മധ്യത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പോ അതൊക്കെ നീ സ്വീകരിക്കണം. ഒരു വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോ ആ കാര്യങ്ങൾ സ്വീകരിക്കണം. ഒരു കൗൺസിലിൽ ചെല്ലുമ്പോ കൗൺസിലിൽ ജ്ഞാനത്താന്ന് പറഞ്ഞ കാര്യങ്ങൾ നീ ഉള്ളുകൊണ്ട് അംഗീകരിക്കണം. മാർപ്പാപ്പ ഒരു ചാക്കലിലാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ചാക്കലിലാണ് ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. എഴുതപ്പെട്ട ദൈവോദിനത്തിന്റെ വിവിധങ്ങളാം വ്യാഖ്യാനങ്ങൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. ദൈവത്തിന് സ്വരം ശ്രമിക്കണം. അങ്ങനെ ഈ കുടുംബം ദൈവത്തിന് സ്വരം ശ്രമിച്ചു. എന്നിട്ടോ ആ ശ്രമിച്ച കാര്യങ്ങളെല്ലാം അനുസരിച്ച് 86 സങ്കീർത്തനം ചൊല്ലാൻ പറഞ്ഞ് ചൊല്ലി. യോഹന്നാന്റെ സുവിശേഷം ഇടതടവില്ലാതെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, വായിക്കാൻ പറഞ്ഞു. പോയി വായിച്ചു. 31 സിംഗിൾ പ്രാർത്ഥന ചൊല്ലി. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായി? അവർ അനുഗ്രഹം പ്രാപിച്ച് എന്നിട്ട് അവർ കർത്താവിനെ അനുഗമിച്ച സഹോദരങ്ങൾ. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇവിടെ വന്നത്. അത്ര ദൂരക്കിടന്ന സ്ഥലത്ത് കർത്താവിന്റെ പിന്നാലെ വന്ന് കർത്താവിനെ അനുഗമിക്കുകയാണ്. കർത്താവിന്റെ സാക്ഷിയായിട്ട് ജീവിതമായിട്ട് മാറുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ കുടുംബാനുഗ്രഹം പ്രാപിച്ചു. ഇന്ന് എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഇടപെടാത്തത്? ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ ജീവിതത്തിലെ ഓരോ കാലങ്ങളിൽ ദൈവത്തോട് ബഹുമാനമുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. മദ്യപാനവും എല്ലാ തരത്തിലും ജഡത്തിന് മോഹങ്ങളും ജീവിക്കുന്ന ദൈവവായുധനാണ് നീയെങ്കിൽ നീ കർത്താവിനെ ബഹുമാനിക്കുന്ന ആളല്ല. ഈ ശരീരം ദൈവത്തിന്റെ ആലയം, അത് വിശുദ്ധമാണ്. അതുകൊണ്ട് ഈ ആലയം വിശുദ്ധമായി സൂക്ഷിക്കുമ്പോൾ ദൈവത്തെയാണ് ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിരന്തരം ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടേത്. 2, ഓരോ കാര്യത്തിനും കർത്താവിനെ സ്വരം ശ്രമിക്കണം. സ്ഥലം മേടിച്ചു, കർത്താവിനെ സ്വരം ശ്രമിച്ചിട്ടാണ് സ്ഥലം മേടിച്ചത്. വീട് പണിതോ, കർത്താവിനെ ചോദിച്ചിട്ടാണ് വീട് പണിതത്. ഇന്ന് കടബാധ്യതയായി, ഇന്ന് പ്രശ്നങ്ങളായി, ഇന്ന് സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല. കല്യാണം വന്നോ, മക്കളെ കെട്ടിച്ചു വിട്ടു, ഇന്ന് കൊച്ചു വീട്ടിൽ വന്ന് നിൽക്കുക. ദൈവത്തിന് സ്വരം ശ്രമിച്ചിട്ട് ചോദിച്ചിട്ടാണ് കല്യാണം നടത്തിയത്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. മാതാപിതാക്കന്മാരിലൂടെ, വൈദികരിലൂടെ, തിരുസഭ മേലധ്യക്ഷന്മാരിലൂടെ, വചന ശുശ്രൂഷകരിലൂടെ എത്രയോ ഉപദേശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നോ? അങ്ങനെ സ്വീകരിച്ചനുസരിച്ചാൽ എല്ലാം ഒരു അനുഗ്രഹമായി മാറുമെന്ന് കർത്താവ് വചനത്തിൽ വെളിപ്പെടുത്തുക. ഇതെല്ലാം അനുസരിച്ചാൽ കർത്താവ് ഒരു അനുഗ്രഹമായിട്ട് മാറുമെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് കർത്താവ് ഒരു അപരിചിതനല്ല. നമുക്ക് കർത്താവ് ഒരു സന്തത സഹചാരിയെ പോലെ നിൽക്കണമെങ്കിൽ നമ്മൾ കർത്താവിനെ ബഹുമാനിക്കണം, സ്വരം ശ്രവിക്കണം, ആ സ്വരത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. എന്നിട്ട് കർത്താവ് പറയുന്ന വഴിയിലൂടെ കർത്താവിനെ അനുഗമിക്കണം. ബൈബിളിൽ സൗഖ്യം പ്രാപിച്ച, അനുഗ്രഹം പ്രാപിച്ച വ്യക്തികളൊക്കെ കർത്താവിനെ അനുഗമിക്കുന്നവരായിരുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് പുറപ്പാട് 15:26 നീ നിന്റെ ദൈവമായ കർത്താവിനെ സ്വരം ശ്രവിക്കുകയും അതിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ ഒരനർത്ഥവും നിന്റെ മേൽ വരാൻ ഞാൻ സമ്മതിക്കില്ല. എഴുതപ്പെട്ട വചനമാണത്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം സഹോദരൻ. ദൈവമേ, അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം പറ്റി പോകുന്ന ഒരു അരുവി പോലെ അല്ല എൻ്റെ ജീവിതത്തിൽ. അങ്ങ് എന്നേക്കും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു അരുവി പോലെ സമൃദ്ധിയായിട്ടാണ് അങ്ങൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കേണ്ടത് കർത്താവേ. ദൈവമേ, ഒരു അപരിചിതനെ പോലെ അങ്ങ് പെരുമാറുന്നതിന് ഞാനാണ് കാരണക്കാരൻ. വഴിയാത്രക്കാരനെ പോലെ അങ്ങനെ കടന്നു പോകുന്നതിന് ഞാനാണ് കാരണക്കാരൻ. ദൈവമേ,
പലപ്പോഴും കർത്താവിനെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ എനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അങ്ങേ അനുസരിക്കുന്ന കാര്യത്തിൽ എനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. കർത്താവിൻ്റെ വചനങ്ങളും കർത്താവിൻ്റെ ദാസന്മാരെ പറഞ്ഞ വ്യാഖ്യാനങ്ങളും സ്വീകരിക്കാൻ ഞാൻ പലപ്പോഴും മല്ലടിച്ചിട്ടുണ്ട്. ഞാൻ അതിലൊക്കെ മറുതലിച്ച് നടന്നിട്ടുണ്ട്. കർത്താവെ, ദൈവമേ, എഴുതപ്പെട്ട കാര്യങ്ങൾ, പറയപ്പെട്ട കാര്യങ്ങൾ സ്വീകരിക്കാതെ അനുസരിക്കാതെ നടന്ന് ഇന്ന് ഞാൻ അനർത്ഥത്തിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ദൈവമേ, അനുസരിച്ചാൽ ശുഭമായിരിക്കുമെന്നാണ് അവിടുന്ന് വെളിപ്പെടുത്തുന്നത്. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു അരുവി പോലെ ഒരു സന്തത സഹചാരിയായി ദൈവമേ അങ്ങന്റെ കൂടെ വസിക്കാൻ, എൻ്റെ മാർഗങ്ങളെ പ്രവർത്തികൾ തീരുന്നാൽ കർത്താവെ ഒരു അഭിഷേകം എൻ്റെ ഹൃദയത്തെ ചൊരിയണമേ. കാര്യങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഒരാക്കാൻ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, ആരാധന. ഓ കർത്താവേ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന കോടാനുകോടി ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഭാവിയിൽ ഈ ശുശ്രൂഷ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കാണാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഇപ്പൊ മുൻകൂട്ടി കണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കർത്താവിനെ ബഹുമാനിക്കാനും അവിടുത്തെ സ്വരം ശ്രമിക്കാനും ആ സ്വരം അനുസരിക്കാനും അതുവഴി കർത്താവിനെ അനുഗമിക്കാനും ഇവരെ തടസ്സപ്പെടുന്ന എല്ലാ ബന്ധനങ്ങളും അടിയട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി മിന്നൽ പിണറുകൾ പോലെ ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, hallelujah. Praise the Lord. Praise the Lord. Hallelujah, Maranatha. Come, Lord Jesus. ആത്മനാഥനായി എന്നിൽ വാഴുവാൻ യേശുവേ നീ വരേണമേ. ആത്മനാഥനായി എന്നിൽ വാഴുവാൻ യേശുവേ നീ വരേണമേ. ഏഴയാമെൻ്റെ ജീവനിൽ ദിവ്യ സ്നേഹമായി നീ വാഴണേ. ദിവ്യകാരുണ്യനായക എന്നിൽ നീ വന്നു വാഴുവാൻ. സ്നേഹരൂപനാമേശുവേ സ്നേഹധാരയിൽ ചേരുവാൻ. ജീവിതം തിരുയാഗവേദിയിൽ സാദരം ഞങ്ങളേകിടാം. നീ വരും നേരം സ്നേഹമേ തിരുനാമ കീർത്തനം പാടിടാം. സാമുവേൽ പ്രവചനത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ആകാശം ചായ്ച്ച് ഞാൻ അവരുടെ അടുത്തേക്ക് വരും. കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവഭക്തനോടും കർത്താവ് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ വെളിപ്പെടുത്തും. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നു: ഭയപ്പെടേണ്ട, ദൈവ പൈതലേ എന്ന് കർത്താവ് ആശ്വസിപ്പിക്കുന്നതായി വെളിപ്പെടുത്തുന്നുണ്ട്. യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നിടത്തെല്ലാം ഭയപ്പെടേണ്ട, ഇതാ കർത്താവിൻ്റെ സമാധാനമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ അവസ്ഥകളെ സമർപ്പിക്കുമ്പോൾ കർത്താവ് ആശ്വസിപ്പിക്കുന്ന സമയമാണ്. കർത്താവ് സമാധാനം നൽകുന്ന സമയമാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ച് കർത്താവ് വിടുതലിന്റെ ദൈവമായി വ്യാപരിക്കുന്ന സമയമാണ്. കർത്താവ് പാലസ്തീനയുടെ പരിസര പ്രദേശങ്ങളിൽ കടന്നുപോയപ്പോൾ വഴിയുടെ ഇരുവീതികളിലും പലവിധ പ്രശ്നങ്ങളാൽ നിന്നവർ ഇതുപോലെ കർത്താവിനെ നിലവിളിച്ചപ്പോൾ കർത്താവ് അവരെല്ലാം അനുഗ്രഹിച്ചു. അവരെല്ലാ പ്രശ്നത്തിനും കർത്താവ് ഉത്തരം നൽകി. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുത്തു. ഭയമുള്ളവരെ ധൈര്യപ്പെടുത്തി. രോഗമുള്ളവരെ സുഖപ്പെടുത്തി. ബന്ധനത്തിരുന്നവരെ വിടിപ്പിച്ചു. പൈശാചിക ബന്ധനത്തിലുള്ളപ്പോൾ പിശാചിനെ ബഹിഷ്കരിച്ചു. രോഗികളെ സുഖപ്പെടുത്തി. അതേ കർത്താവ് ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ അന്ന് സംഭവിച്ചതെല്ലാം ഇന്ന് സംഭവിക്കും. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്.
കർത്താവിന്റെ പക്കലെ ഈ കാര്യങ്ങൾ ഉയർത്തി കർത്താവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ദാസിദാസന്മാരെയും കർത്താവ് ആശീർവദിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി ഉറക്ക വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഓ കർത്താവായ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ബന്ധനങ്ങൾ അഴിയട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തടസ്സങ്ങൾ ഇരിക്കുന്ന വിടുതൽ പ്രാപിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. നാരകീയ സേനകൾ വിട്ടുമാറി പോകട്ടെ. അത്ഭുത വിടുതൽ കൃപയാഭിഷേകം ഓരോ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ജീവിതം തിരുയാഗവേദിയിൽ സാദരം ഞങ്ങളേകിടാം. നീ വരും നേരം സ്നേഹമേ തിരുനാമ കീർത്തനം പാടിടാം.